വരുന്ന പ്രധാന വാർത്തയിലേക്കാണ്. കൊല്ലം ചെമ്മാമുക്കിൽ കാറിൽ പോവുകയായിരുന്ന യുവതിയെ തീ കൊളുത്തിക്കൊന്നു. കാറിൽ സഞ്ചരിക്കുമ്പോഴാണ് ആക്രമണം. വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ഉണ്ട്. ഷമീർ, എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു ഈ സംഭവം? ഷമീറിനെ ഏറ്റവും പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. കൊല്ലം ചെമ്മാമുക്കിലാണ് കാറിൽ പോവുകയായിരുന്ന യുവതിയെ തീ കൊളുത്തി കൊന്നതായിരിക്കുന്ന വാർത്ത വരുന്നത്. കാറിൽ സഞ്ചരിക്കുമ്പോഴാണ് ആക്രമണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് സംഭവിച്ചതെന്നുള്ളതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത്. വാഹനം ഏതാണ്ട് പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ് ഉള്ളത്. കൊല്ലം ചെമ്മാമുക്കിലാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിരിക്കുന്നത്. യുവതിയാണ് തീ കൊളുത്തി കൊന്നിരിക്കുന്നതായുള്ള വിവരം പുറത്തു വരുന്നത്. കാറിൽ സഞ്ചരിക്കുമ്പോഴാണ് ആക്രമണം ഉണ്ടായത്. തീ കൊളുത്തിയത് ഭർത്താവ് ആണെന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. തീ കൊളുത്തിയത് യുവതിയുടെ ഭർത്താവ് പത്മരാജൻ എന്ന പോലീസ്. കൊട്ടിയം തഴുത്തല സ്വദേശിനി അനിലയാണ് മരിച്ചിരിക്കുന്നതെന്നും ഈ ഘട്ടത്തിൽ വിവരങ്ങൾ വരുന്നുണ്ട്. പൊള്ളലേറ്റ സോണി എന്ന യുവാവിനെ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. എന്താണ് ഇതിന് പിന്നിലുള്ള സംഭവങ്ങൾ എന്നുള്ളത് കൂടുതലായി അറിയേണ്ടതുണ്ട്. കൊല്ലത്തുനിന്ന് ഷമീർ ഉണ്ട്. ഷമീർ, എന്താണ് ഈ സംഭവം? ഈ കാർ തീപിടിക്കാനുണ്ടായ സാഹചര്യം എന്തൊക്കെയായിരുന്നു? ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ് ഈ സംഭവം കൊല്ലം ചെമ്മാമുക്കിൽ അരങ്ങേറുന്നത്. അതായത് ചെമ്മാമുക്കിൽ ഒരു ഒമിനി കാർ എത്തുകയും ചെമ്മാമുക്കിന് സമീപത്തായി ഓടിക്കൊണ്ടിരുന്ന ഓൾട്ടോ കാറിനൊപ്പം ഈ കാർ ചേർത്ത് നിർത്തുകയും ചെയ്തു. ഇതിനുശേഷം ഈ കാറിൽ ഉണ്ടായിരുന്നയാൾ, അതായത് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള പത്മരാജൻ, അയാൾ ഈ കാറിൽ നിന്ന് ഇറങ്ങി ഈ കാർ ഓടിച്ചിരുന്ന സ്വന്തം ഭാര്യയുടെ ദേഹത്തേക്ക് വണ്ടിയിൽ ഉണ്ടായിരുന്ന പെട്രോൾ, പാത്രത്തിൽ സൂക്ഷിച്ചിരുന്ന പെട്രോൾ ദേഹത്തേക്ക് ഒഴിക്കുകയായിരുന്നു. തുടർന്ന് ഇയാൾ വേഗത്തിൽ തീ കൊളുത്തുകയും ചെയ്തു. ഈ വാഹനം ഡ്രൈവർ സീറ്റിൽ ഉണ്ടായിരുന്നത് ഇദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു. കൊട്ടിയം സ്വദേശി അനിലയാണ്. അനിലയ്ക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ഈ ഒമിനി വാഹനം ഓൾട്ടോ കാറിനൊപ്പം ചേർത്ത് ജാമാക്കി നിർത്തിയ ശേഷമാണ് ഇത്തരത്തിലൊരു കൃത്യം നടത്തിയത്. ചെമ്മാമുക്ക് സ്വദേശി അനീഷ്, ഈ വാഹനത്തിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കൊപ്പം ഉണ്ടായിരുന്ന അനീഷ് എന്ന യുവാവ് ഈ വാഹനത്തിൽ നിന്നും പൊള്ളലേറ്റ് ഈ വാഹനത്തിൽ നിന്നും ഇറങ്ങി ഓടുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ പെട്രോൾ ബോംബ് എറിഞ്ഞതാണ് എന്നൊരു അഭ്യൂഹം നഗരത്തിലാകമാനം പകരുകയും വലിയ രീതിയിൽ ഈ തീ ആളിക്കത്തുകയും ചെയ്തു. എന്തായാലും തീപ്പൊള്ളലേറ്റ അനില മരിച്ചിരുന്നു. ഇതിന് ഇയാളെ പ്രേരിപ്പിച്ചത്, അതായത് കസ്റ്റഡിയിലുള്ള പത്മരാജനെ പ്രേരിപ്പിച്ചത് അനിലയ്ക്ക് ഇത്തരത്തിൽ മറ്റൊരു യുവാവുമായി അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇരുവരും നിരന്തരമായി മാസങ്ങളായി തർക്കത്തിലായിരുന്നു. ഇതിനുശേഷമാണ് ഭാര്യയെ കൊലപ്പെടുത്താൻ പത്മരാജൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് ഇന്ന് ഭാര്യ സഞ്ചരിച്ചിരുന്ന കാറിനെ പത്മരാജൻ ഫോളോ ചെയ്യുകയും കൊല്ലം ചെമ്മാമുക്കിന് സമീപം വെച്ച് ഈ കാറിനെ ഓവർടേക്ക് ചെയ്ത് നിർത്തുകയും ഈ കാറിൽ നിന്ന് ഭാര്യ ഇറങ്ങാത്ത വിധം ഡോറ് ജാമാക്കി നിർത്തിയ ശേഷം പെട്രോൾ വാഹനത്തിലുണ്ടായിരുന്ന, അതായത് പത്മരാജൻ വന്ന ഒമിനി വാഹനത്തിലുണ്ടായിരുന്ന പെട്രോൾ ഇയാളുടെ ഭാര്യയുടെ ശരീരത്തേക്ക് ഒഴിച്ച് വളരെ വേഗത്തിൽ തീ കൊളുത്തുകയായിരുന്നു. തീ ആളി പടർന്നു. പക്ഷേ അനിലയ്ക്ക് ഈ വാഹനത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. വാഹനത്തിൽ നിന്ന് കത്തിയമർന്നാണ് അനില മരണപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അത്യധികം ദാരുണമായ സംഭവം. ഈ സംഭവത്തിന് ശേഷം പോലീസ് അവിടെ എത്തുമ്പോൾ പത്മരാജൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനോ മറ്റോ ഒന്നും തന്നെ പത്മരാജൻ തയ്യാറായില്ല. പത്മരാജനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ ഈ കൃത്യം നടത്തിയ പത്മരാജൻ ഇപ്പോൾ ഈസ്റ്റ് പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. തീർച്ചയായും ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ, അങ്ങനെയുള്ള ഒരു കൊലപാതകം എന്ന് തന്നെ ഈ ഘട്ടത്തിൽ വിശേഷിപ്പിക്കാം അല്ലേ? എന്താണ് ഇതിൻ്റെ ഒരു മറ്റു പശ്ചാത്തലം കൂടി മനസ്സിലാക്കാൻ ഈ ഘട്ടത്തിൽ സാധിക്കുന്നുണ്ടോ ഷമീർ? അതായത് ഇവർ ഒരു ബേക്കറി സ്ഥാപനം നടത്തി വരികയാണ്. പത്മരാജന്റെ ബേക്കറി സ്ഥാപനത്തിലെ പാർട്ണറായിരുന്നു ഈ സോണി അനീഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന സോണി. ഇവർ വർഷങ്ങളായി ബിസിനസ് നടത്തി വരികയായിരുന്നു. ഈ ഒരു അടുപ്പം, ഭാര്യ കൂടുതൽ അടുപ്പം ഇത്തരത്തിൽ ഈ സോണിയുമായി ഉണ്ടായിരുന്നു. ഇതിൽ ഇയാൾക്ക് ഭർത്താവ് പത്മരാജന് തുടർന്ന് ഈ ബന്ധം ഉപേക്ഷിക്കണമെന്നും ഇയാളുമായി ഇവരുടെ കുടുംബത്തിൽ നിലനിൽക്കുകയായിരുന്നു. ഇതിനുശേഷം ഈ സോണിയുമായുള്ള ബിസിനസ് പരമായ കാര്യങ്ങളെല്ലാം തന്നെ പത്മരാജൻ ഉപേക്ഷിച്ചിരുന്നു.
പിന്നീട് ഈ പത്മരാജൻ ഇത്തരത്തിൽ ഭാര്യയെ സംശയിച്ചതിന്റെ പേരിൽ ഭാര്യയെ ഈ പിന്നാലെ എത്തി ഈ ഭാര്യയെ പോകുന്നിടത്തൊക്കെ തന്നെ ഇയാൾ പുറകെ സഞ്ചരിക്കുമായിരുന്നു. അങ്ങനെയാണ് ഇന്ന് വൈകിട്ട് സ്ഥിരമായി ഇയാൾ സോണിയെ ഇന്ന സ്ഥലത്ത് വെച്ച് കാണും എന്ന് ഇത്തരത്തിൽ ഈ ഭർത്താവ് പത്മരാജന് കൃത്യമായി ബോധ്യമുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പെട്രോൾ അയാളുടെ വാഹനത്തിൽ, അയാൾ ബേക്കറി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഈ ഒമ്നി വാഹനത്തിൽ ഈ പെട്രോൾ കരുതി വെക്കുകയും ഇത്തരത്തിൽ ഈ വാഹനത്തിന്റെ പിറകെ സഞ്ചരിച്ച് ചെമ്മാമുക്കിന് സമീപത്തിലെത്തി അവിടെ വെച്ച് ഈ വാഹനത്തെ തടഞ്ഞു നിർത്തി ആ വാഹനത്തിൽ നിന്നും തന്റെ സ്വന്തം ഭാര്യ പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ആ വാഹനം ചേർത്ത് നിർത്തിയ ശേഷം ഭാര്യയുടെ ശരീരത്തിലേക്ക് പെട്രോൾ പാത്രത്തിൽ സൂക്ഷിച്ചിരുന്ന പെട്രോൾ, പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം അനുസരിച്ച് പാത്രത്തിൽ സൂക്ഷിച്ചിരുന്ന പെട്രോൾ വളരെ വേഗത്തിൽ അയാളുടെ ഭാര്യയുടെ ശരീരത്തിലേക്ക് ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഇത് തടയാൻ ശ്രമിച്ച സോണിക്കും പൊള്ളലേറ്റു. പക്ഷേ പൊള്ളലേറ്റ സോണി വാഹനം, ഈ ഓൾട്ടോ കാർ വളരെ വേഗത്തിൽ തീ പടരുന്നത് കണ്ട് ഈ സോണി വാഹനത്തിൽ നിന്നും പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. നാട്ടുകാർ ഇയാളെ വളരെ വേഗത്തിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. പോലീസും അതുപോലെ ഫയർഫോഴ്സും ഒക്കെ സംഭവ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഈ പത്മരാജൻ ഈ സ്ഥലത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. അതായത് തന്റെ ഭാര്യയെ കൊലപ്പെടുത്താൻ കൃത്യമായി പ്ലാൻ ചെയ്ത ശേഷമാണ് പത്മരാജൻ ഇത്തരത്തിലൊരു കൃത്യം നടത്തിയത് എന്നാണ് പ്രാഥമികമായും പോലീസ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പത്മരാജനുണ്ട്. സോണി ഇപ്പോൾ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ ഭാര്യയുടെ മൃതദേഹം, അനിലയുടെ മൃതദേഹം ഇപ്പോൾ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഈ അഗ്നിക്കിരയായ കാറിന്റെ രൂപം എത്രത്തോളം വലിയ രീതിയിലാണ് തീ ആളെ പടർന്നത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. എന്തായാലും പോലീസും ഫയർഫോഴ്സും ഒക്കെ എത്തി വളരെ പണിപ്പെട്ടാണ് ഈ ദേശീയപാതയിൽ ഇത്തരത്തിലൊരു തീപിടുത്തം, ഒരു ബ്ലാസ്റ്റ് ഉണ്ടായി എന്നാണ് ആദ്യഘട്ടത്തിൽ അറിഞ്ഞത്. എന്തായാലും പെട്രോൾ ഒഴിച്ച് സ്വന്തം ഭാര്യയെ തീ കൊളുത്തിയ അത്യധികം ദുഃഖകരമായ വാർത്തയാണ് ഈ അവസരത്തിൽ പുറത്തു വരുന്നത്. തീർച്ചയായും ഒരു നാടിനെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് അല്പം മുമ്പ് കൊല്ലത്ത് ഉണ്ടായിരിക്കുന്നത്. ചെമ്മാമുക്കിലാണ് ഈ സംഭവങ്ങൾ അരങ്ങേറിയത്. ഏകദേശം 9 മണിയോട് കൂടിയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നതെന്നാണ് ഷമീർ പറയുന്നത്. ഷമീർ, ഈ യുവതിയുടെ ഭർത്താവായ പത്മരാജന്റെ ഒരു ജോലിയുടെ പശ്ചാത്തലമൊക്കെ എന്താണ്? എന്ത് ചെയ്യുന്ന ആളാണ് പത്മരാജൻ? വർഷങ്ങളായി ഇയാൾ ബേക്കറി സ്ഥാപനവും അതുപോലെ ബേക്കറിയോടനുബന്ധിച്ച് ബോർമയും ഒക്കെ നടത്തുന്നയാളാണ്. ഇയാൾക്കൊപ്പം പാർട്ണറായി കൂടിയ ആളാണ് ഈ സോണി വർഷങ്ങളായി ഇയാൾക്കൊപ്പം ഇത്തരത്തിൽ ബിസിനസ് നടത്തി വരുന്നു. ഇവർ ഒരുമിച്ച് നല്ല രീതിയിൽ ബേക്കറി വിഭവങ്ങൾ ഉണ്ടാക്കുകയും അത് പുറത്തേക്ക് പല വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് പത്മരാജന്റെ പതിവ്. പക്ഷേ ഭാര്യ കൂടുതൽ സമയം ഈ സോണിയുമായി സംസാരിക്കുന്നതും അടുപ്പത്തിലായതുമാണ് പത്മരാജനെ വലിയ പ്രകോപനത്തിന് ഇടയാക്കിയത്. പക്ഷേ അത്തരത്തിലൊരു ബന്ധം ഉണ്ടായിരുന്നു എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ബന്ധത്തിൽ ഇവർ നിരവധി തവണ ഇയാൾക്ക് വളരെ സംശയകരമായ സാഹചര്യത്തിൽ പലയിടത്തും വെച്ച് തന്റെ ഭാര്യയെ സോണിക്കൊപ്പം കാണുമായിരുന്നു എന്നൊക്കെ തന്നെ പോലീസിനോട് ഇപ്പോൾ അയാൾ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനുള്ളിൽ നിന്ന് വെച്ച് അയാൾ പറയുന്നുണ്ട്. അതിനൊരു പ്രതികാരം വീട്ടാനായിട്ടാണ് ഭാര്യയെ തന്നെ കൊലപ്പെടുത്താൻ ഇയാൾ തീരുമാനിച്ചത്. പക്ഷേ പോലീസ് പറയുന്നതനുസരിച്ച് രണ്ടുപേരെയും ഇയാൾ ലക്ഷ്യമിട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ദിവസങ്ങൾ നീണ്ട ഒരു ആസൂത്രണത്തിന് ശേഷമാണ് അതിൽ ഈ പാത്രത്തിൽ ഇയാൾ ഈ പെട്രോൾ ഈ വാഹനത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്നത്. ഇതിനുശേഷം പലതവണ ഇയാൾ ഈ വാഹനത്തെ, ഭാര്യ സഞ്ചരിക്കുന്ന ഓൾട്ടോ വാഹനത്തെ ഫോളോ ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്നിപ്പോൾ ആ ഒരു കൃത്യം നടത്താൻ അയാൾക്ക് അവസരം ഒരുങ്ങിയതെന്നാണ് പ്രാഥമികമായി പോലീസിന് അയാൾ നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും എല്ലാ വശവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മറിച്ചെന്തെങ്കിലും സാധ്യത ഈ ഒരു കൊലപാതകത്തിൽ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു തീ കൊടുത്തൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഈസ്റ്റ് പോലീസ് പരിശോധിക്കുന്നുണ്ടായാലും ഫോറൻസിക് വിദഗ്ധരും ഒക്കെ തന്നെ ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് എത്തും. വളരെ വലിയ ഉഗ്ര ശബ്ദത്തോടു കൂടിയുള്ള പൊട്ടിത്തെറിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ കാറിൽ തീ പടർന്നതെന്നാണ് ദൃക്സാക്ഷികളൊക്കെ തന്നെ അവിടെ പറയുന്നത്. എന്തായാലും വലിയൊരു അഗ്നിക്കിരയായ വാഹനം, ആ വാഹനത്തിൽ നിന്ന് ഒരു സ്ത്രീ ജീവനോടെ ഇരുന്ന ഒരു സ്ത്രീയുടെ ശരീരത്തിലേക്ക് പെട്രോൾ കോരി ഒഴിച്ച ശേഷം തീ കൊളുത്തി അവർ വെന്തു മരിച്ചിരിക്കുന്നു. അവരുടെ ശരീരം ഇപ്പോൾ ഇവിടെ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. എന്തായാലും മണിക്കൂറുകളോളം ചെമ്മാമുക്കിൽ നിന്നും കൊല്ലം ചിന്നക്കടയിലേക്കും അതുപോലെ കൊല്ലം പോളയത്തോട് ഭാഗങ്ങളിലേക്കും എല്ലാം ഗതാഗതം സ്തംഭിച്ചു. ആദ്യം അഭ്യൂഹമായി കാറിൽ ബോംബ് സ്ഫോടനം ഉണ്ടായെന്ന വലിയ രീതിയിലുള്ള അഭ്യൂഹം പറന്ന് നഗരത്തിലാകെ എത്തി. അങ്ങനെ കൂടുതൽ പോലീസ് സംഘം അവിടെ എത്തി. പിന്നീടാണ് ഈ കൃത്യം നടത്തിയ പത്മരാജനെ പോലീസ് കണ്ടെത്തുകയും ഇത്തരത്തിലൊരു പെട്രോൾ ഒഴിച്ച് ഇത്തരത്തിലൊരു അക്രമം നടത്തി എന്നതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. പെട്രോൾ ബോംബല്ല എറിഞ്ഞിരിക്കുന്ന പെട്രോൾ, വാഹനത്തിൽ കരുതിയിരിക്കുന്ന പെട്രോൾ ഈ തന്റെ ഭാര്യയുടെ ശരീരത്തിലേക്കും അതുപോലെ വാഹനത്തിൽ ഉണ്ടായിരുന്ന
സോണിയുടെ ശരീരത്തിലേക്കും വേഗത്തിൽ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു എന്നാണ് പത്മരാജൻ ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. വലിയൊരു കുറ്റകൃത്യം നടന്നിരിക്കുന്നു. നഗരത്തിന്റെ നടുമധ്യത്തിൽ പോലീസ് വളരെയധികം സർവൈലൻസ് ഉള്ള ഒരു ഭാഗത്താണ് ഇത്തരത്തിലൊരു വലിയ സംഭവം, ഒരു ക്രൂരകൃത്യം അരങ്ങേറിയത്. എന്തായാലും അതിന്റെ ഞെട്ടലിലാണ് ഇപ്പോൾ നഗരമുള്ളത്.